നമസ്കാരം ചെങ്ങായിസ്. ക്ലിയോപാട്രയും സീസറും തമ്മിലുള്ള ട്രൂ ലവ് അന്വേഷിച്ച് പുറപ്പെട്ടതാണ് ഞാൻ. പക്ഷേ സീസറും ക്ലിയോപാട്രയും തമ്മിലുള്ള പ്രണയത്തിൽ നിന്ന് കാട്ടിലും കൂടുതൽ ഞാൻ ക്ലിയോപാട്രയെ കുറച്ച് കൂടുതൽ മനസ്സിലാക്കി. അപ്പോൾ ഇവിടെ വന്ന് പറയാൻ തോന്നി. അങ്ങനെ ഉണ്ടായൊരു വീഡിയോ ആണ്, നിങ്ങളും കേട്ടോളി. ടോളമി 12ാമൻ്റെ മകൾ ക്ലിയോപാട്ര ദ 7th, ആദ്യ വനിതാ ഭരണാധികാരി, ഈജിപ്തിലെ ആദ്യ വനിതാ ഭരണാധികാരി. ഈജിപ്തിൽ ആ കാലഘട്ടത്തിൽ സഹോദരന് വിവാഹം ചെയ്യാം. അപ്പം അങ്ങനെ നമ്മുടെ ക്ലിയോപാട്ര തന്നേക്കാൾ ഇളയ സഹോദരനായ ടോളമി 13ാമനെയും ടോളമി 14ാമനെയും വിവാഹം കഴിക്കുന്നു. ഈ ടോളമി 13ാമനുമായിട്ട് 3 വർഷത്തോളം അവർ ഈജിപ്റ്റ് ഭരിക്കുന്നുണ്ട്. ടോളമി 13ാമൻ നൈൽ നദിയിൽ വീണ് മരണപ്പെട്ട ശേഷമാണ് ടോളമി 14ാമനെ കല്യാണം കഴിക്കുന്നത്. പുരാതന ഈജിപ്റ്റ് ഒരു നിധികുംഭമായിരുന്നു. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ ഒഴുകുന്ന മണ്ണ്. ഫലപുഷ്ടമായ മണ്ണിനെ സ്വന്തമാക്കാൻ റോമാ സാമ്രാജ്യം കൊതിച്ചു. അവിടെയാണ് നമ്മുടെ സീസറും ക്ലിയോപാട്രയും തമ്മിലുള്ള പ്രണയകഥ തുടങ്ങുന്നത്. ക്ലിയോപാട്ര സീസറെ പ്രണയിച്ചു. ആ പ്രണയത്തിനൊടുവിൽ ഒരു മകൻ പിറന്നു. ആ മകൻ്റെ പേരാണ് സിസേറിയൻ. ക്ലിയോപാട്ര ചരിത്രം വിശദീകരിക്കുന്ന പോലെ ഒരു മാതകത്തിടമ്പ് മാത്രമായിരുന്നില്ല, അവർ മികച്ച ഭരണാധികാരിയും രാഷ്ട്രതന്ത്രജ്ഞയും ആയിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ആക്രമിക്കാൻ വന്നവരെ ഒപ്പം നിർത്തിയത്. 7 ഭാഷകൾ അറിയുന്ന വൈദ്യശാസ്ത്രത്തെ അവഗാഹമുള്ള അവരെ ചരിത്രം അവരുടെ സൗന്ദര്യത്തിൽ മാത്രം ഒതുക്കിയെന്ന് ഒരു അഭിപ്രായം എനിക്കുണ്ട്. ക്ലിയോപാട്രയെ വിവാഹം കഴിച്ച ശേഷം റോമിലെത്തിയ സീസറും ക്ലിയോപാട്രയും അവിടെ താമസിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ സെനറ്റിൻ്റെ ഗൂഢതന്ത്രപ്രകാരം സീസർ കൊല്ലപ്പെടുന്നത്. യൂട്യൂബ് ബ്രൂട്ടസ് എന്നുള്ള ഷേക്സ്പിയറൻ ഡയലോഗൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ സമയത്ത് ക്ലിയോപാട്ര തിരിച്ച് ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകുന്നു. അവർ തൻ്റെ പ്രായം കുറഞ്ഞ മകനെ വെച്ചിട്ട് അവർ രാജ്യഭരണം ഏറ്റെടുക്കുകയാണ്. അതിനുശേഷം മാർക്ക് ആൻ്റണി രംഗപ്രവേശം ചെയ്യുന്നു. മാർക്ക് ആൻ്റണി നമ്മുടെ സീസറുടെ സുഹൃത്തും അനുയായിയുമായിരുന്നു. മാർക്ക് ആൻ്റണിയും ഒക്ടോവിയൻ എന്ന് പറയുന്ന ആളും പിന്നെ വേറൊരു സഖ്യം, അവർ മൂന്നോട് ചേർന്നുള്ള ഒരു ത്രികക്ഷി സഖ്യത്തിലാണ് റോമാ സാമ്രാജ്യം പിന്നീട് മുന്നോട്ട് പോകുന്നത്. അപ്പം നമ്മുടെ ക്ലിയോപാട്ര മാർക്ക് ആൻ്റണിയെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലുന്നു. മാർക്ക് ആൻ്റണി അവരുടെ സൗന്ദര്യത്തിൽ മയങ്ങിയതാണോ, അവരുടെ കഴിവിൽ മതിമറന്നാണോ, എന്താണ് സംഭവം എന്നറിയില്ല. അവർ തമ്മിൽ വീണ്ടും പ്രണയത്തിലാകുന്നു. ആ പ്രണയത്തിനൊടുവിൽ 3 മക്കൾ പിറക്കുന്നു. അതേ സമയത്ത് ഒക്ടോവിയൻ സഖ്യത്തിൽ നിന്ന് പിന്മാറിയ ആൻ്റണിയും ഒക്ടോവിയനും തമ്മിൽ ശത്രുക്കളാവുന്നു. ഒക്ടോവിയൻ ആൻ്റണിയെ വധിക്കാൻ പുറപ്പെടുന്നു. അങ്ങനെ ആൻ്റണി ഒക്ടോവിയനെ വധിക്കപ്പെടുമെന്ന് മനസ്സിലാക്കി മാർക്ക് ആൻ്റണി ആത്മഹത്യ ചെയ്യുന്നു. തൻ്റെ ഭർത്താവിൻ്റെ ആത്മഹത്യക്ക് പിന്നാലെ വിഷപ്പാമ്പുകളെ കൊണ്ട് കടിപ്പിച്ച് നമ്മുടെ ക്ലിയോപാട്രയും ആത്മഹത്യ ചെയ്യുകയാണ്. ചരിത്രത്തിൽ അവർ പറയുന്നുണ്ട്, എൻ്റെ